ഷോപ്പിൽ വന്നാൽ ആദ്യം ചെയ്യുന്നത് തൂത്തുവാരി വിളക്ക് കൊളുത്തുകയാണ്. പക്ഷെ ഞങ്ങൾ ഇന്ന് ഇത്തിരി ലേറ്റ് ആയിപ്പോയി. അതുകൊണ്ട് അഴുത്തേട്ടൻ തന്നെ ഓൾറെഡി ഇതെല്ലാം ചെയ്തായിരുന്നേ. രാവിലെ പെയ്ത മഴയുടെ ഒരു തെളിവും അവശേഷിപ്പിക്കാതെ കത്തുന്ന വെയിലാണ് പുറത്ത്. ഇനി ഇവിടെ എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല കേട്ടോ. ഇത് ഞങ്ങൾക്ക് പുതുതായിട്ട് വന്ന ഫ്രീസറാണ്. അപ്പം നമുക്ക് മുകളിലേക്ക് പോകാം. മുകളിലാണ് ഇനി എനിക്ക് പണിയുള്ളത്. ഇനി നമുക്ക് മുകളിലോട്ട് പോകാം. മുകളിലോട്ട് പോകുമ്പോഴത്തേന് 2 കാലി പെട്ടി ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് മുകളിൽ കൊണ്ട് പൊട്ടിച്ചെടുക്കണം. മുകളിൽ ചെന്ന് അതെല്ലാം അടുക്കി വെച്ചിട്ട് വാതിൽ തുറന്നകത്ത് കയറി. അകത്ത് കയറിയാൽ അകമെല്ലാം ഒന്ന് വൃത്തിയാക്കണം. പിന്നെ വേസ്റ്റൊക്കെ കാണും, കുറച്ച് പേപ്പേഴ്സൊക്കെ കാണും. അതെല്ലാം കൊണ്ട് പുറത്ത് വയ്ക്കണം. പിന്നെ തൂക്കണം, വിളക്കം വയ്ക്കണം. എന്നിട്ട് ഒരു തിരിയൊക്കെ കത്തിച്ച് വെച്ചാലേ നമുക്ക് ജോലി ചെയ്യാനുള്ളൊരു ഫ്രഷ്നെസ് കിട്ടത്തുള്ളൂ കേട്ടോ. കുറച്ച് നമ്മളിരിക്കുന്ന പ്ലേസ് ഒന്ന് വൃത്തിയാക്കിയിരുന്നാലേ നമുക്ക് അവിടെ നിന്ന് എന്തെങ്കിലും ചെയ്യാൻ തോന്നത്തുള്ളൂ. അപ്പോൾ അതൊക്കെ ചെയ്ത് ഇനി ഞാൻ കുറച്ച് ദിവസം ഇല്ലായിരുന്നതുകൊണ്ട് എനിക്ക് കുറച്ച് വർക്കൊക്കെ പെൻഡിങ് ഉണ്ട്. അപ്പോൾ കുറേ ബില്ലൊക്കെ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാനുണ്ട്. അതെല്ലാം അപ്ഡേറ്റ് ചെയ്യണം. ഫയൽ ചെയ്യാനുണ്ട്. അതൊക്കെ ഫയലൊക്കെ ചെയ്തിട്ട് അതൊക്കെ സെറ്റ് ചെയ്തിട്ട് വേണം ഇനി ഓർഡർ എടുത്തിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. സാധാരണ രാവിലെ ഈ സമയങ്ങളിലൊക്കെ മെഡിക്കൽ ഷോപ്പിൽ നിന്നുള്ള ഓർഡേഴ്സാണ് വരുന്നത്. അപ്പോൾ അവർ അന്നത്തേക്കുള്ള പർച്ചേസാണ് എടുക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം ഒക്കെ കാണും. അപ്പോൾ നമ്മൾ അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ എത്തിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം സർജിക്കൽ ഐറ്റംസ് ആണ് നമുക്ക് മുകളിലുള്ളത്. അതാണ് ഹോൾസെയിൽ പോകുന്നത്. അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്ത് എല്ലാം ശരിയാക്കി വെച്ച് പേര് എഴുതി വെച്ചാൽ സപ്ലൈ ചെയ്തോളും. ഹോസ്പിറ്റലിലോട്ടും പിന്നെ മറ്റ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിലോട്ടൊക്കെ വരുന്ന ഓർഡേഴ്സ് ബൾക്ക് ഓർഡറുകളാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ചെറിയ കവറിൽ പാക്ക് ചെയ്താൽ പോരാ. നമ്മൾ ഇതുപോലത്തെ വലിയ കാർഡ്ബോർഡ് ബോക്സുകളിൽ പാക്ക് ചെയ്തിട്ടാണ് വെക്കുന്നത്. ചിലപ്പോൾ കൊറിയർ അയക്കാൻ കാണും. കൊറിയർ അയക്കാനാണെങ്കിൽ ബോക്സ് പാക്ക് ചെയ്തിട്ട് നമ്മൾ കൊറിയർ ഓഫീസിൽ കൊണ്ടുപോയി വെക്കും. അത് മിക്കവാറും DTDC വഴിയായിരിക്കും കൊറിയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് കൊറിയറായിട്ട് സാധനങ്ങൾ കൊറിയർ വരികയും ചെയ്യും. ചിലപ്പോൾ ഇവിടെ വരും, ചിലതൊക്കെ നമുക്ക് അവിടെ പോയി എടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. അപ്പോഴത്തേനും തന്നെ ഉച്ചയായി. ഇതെല്ലാം പാക്ക് ചെയ്ത് വെച്ചാൽ മെഡിസിൻ പർച്ചേസ് ചെയ്യാൻ പോകുന്ന കൂട്ടത്തിൽ ഏട്ടൻ ഇതെല്ലാം കൊണ്ട് സപ്ലൈ ചെയ്തോളും. പാക്ക് ചെയ്ത് വെച്ച സാധനങ്ങൾ ബില്ലുമായിട്ട് ഞാൻ താഴോട്ട് പോവുകയാണേ. അപ്പോൾ താഴെ കൊണ്ടുപോയി ഇത് കൊടുക്കണം. എന്നിട്ട് തിരിച്ച് വന്നിട്ട് ഞാൻ ചോറിനായിരുന്നു. ചോറിന് എനിക്കിന്ന് മുട്ട പൊരിച്ചതും വെണ്ടയ്ക്ക മെഴുക്കുവരട്ടിയും സാമ്പാറുമായിരുന്നു. ഊണൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ചെയ്ത് തീർത്തിട്ട് എനിക്കൊരു 3:45 ആകുമ്പോഴത്തേനും അല്ലെങ്കിൽ 4 കൂടി എന്താണെങ്കിലും ഇറങ്ങണം. ഇന്ന് ഏട്ടനുള്ളത് കൊണ്ട് എന്നെ അവിടെ കൊണ്ടാക്കും. അല്ലെങ്കിൽ ഞാൻ ബസ്സിന് പോകും കേട്ടോ. 4:15 ആകുമ്പോൾ പിള്ളേരുടെ ബസ് വരും. അതിന് മുമ്പ് എനിക്ക് അവിടെ ചെല്ലണം. അപ്പം നമ്മുടെ ഈ കോമ്പൗണ്ടിൽ തന്നെ സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ സ്കൂളുണ്ട്. അപ്പോൾ ആ സ്കൂളിലെ കുട്ടികളെ ഞാൻ അവിടെ ചെന്നപ്പോൾ എല്ലാവരും ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവർക്ക് PT ടൈം ആണെന്ന് തോന്നുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇനി പുതിയ വീഡിയോ ആയി കാണാം. അതുവരേക്കും ബൈ.